വളാഞ്ചേരി പോലീസ് സ്റ്റേഷന് ആധുനിക സൗകര്യങ്ങളോടെയാണ് പുതിയ കെട്ടിട നിർമ്മാണത്തിന് അനുമതിയായത്. കെട്ടിടം നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ 3 കോടിയോളം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. നിലവിലെ കെട്ടിടം പൊളിച്ച് അതേ സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. അതിനാൽ തന്നെ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം താൽക്കാലികമായി വട്ടപ്പാറയിലെ CI ഓഫീസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റിയിലെയും 3 പഞ്ചായത്തിലെയും ഉൾപ്പെട്ട ജനങ്ങൾക്ക് സേവനങ്ങൾക്കായി വട്ടപ്പാറയിലെ CI ഓഫീസുമായി ബന്ധപ്പെടാമെന്ന് സ്റ്റേഷൻ SHO അറിയിച്ചു. ലോക്കപ്പ് അടക്കമുള്ള സൗകര്യങ്ങൾ വട്ടപ്പാറയിലെ സ്റ്റേഷനിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. 1.5 വർഷത്തിനുള്ളിൽ പുതിയ സ്റ്റേഷന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് സൂചന. പോലീസ് സ്റ്റേഷന്റെ നിലവിലെ കെട്ടിടം അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടുകയായിരുന്നു. കാലവർഷത്തിൽ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും ചോർച്ചയുണ്ടായതിനെ തുടർന്ന് പോലീസുകാർ ഏറെ പ്രയാസപ്പെട്ടാണ് ഇവിടെ ജോലി ചെയ്തു വന്നിരുന്നത്. ഇതെല്ലാം കണക്കിലെടുത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കാനൊരുങ്ങുന്നത്. പുതിയ കെട്ടിടത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി സ്റ്റേഷനിലെത്തുന്ന പൊതുജനങ്ങൾക്കും വിശ്രമിക്കുന്നതിനായി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനും സാധ്യതയുണ്ട്. കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള സൗകര്യങ്ങൾ, പ്രവർത്തന സ്ഥലങ്ങൾ, ആയുധങ്ങളും ഉപകരണങ്ങളും സൂക്ഷിക്കുന്നതിനുള്ള മുറികൾ, ജിം സെന്റർ, കോൺഫറൻസ് ഹാൾ എന്നിവയും ഉൾപ്പെട്ടതായിരിക്കും പുതിയ കെട്ടിടം. നമസ്കാരം. വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ SHO ബഷീറാണ്. നമ്മൾ ഇന്ന് മുതൽ വളാഞ്ചേരി പഴയ സർക്കിൾ ഓഫീസായിട്ടുള്ള വട്ടപ്പാറയിൽ വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ്റെ പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനം താൽക്കാലികമായി തുടങ്ങുകയാണ്. നിലവിൽ വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ്റെ പഴയ കെട്ടിടം ശോചനീയമായ അവസ്ഥയിലായിരുന്നു. അത് പുതിയൊരു കെട്ടിടം അവിടെ നിർമ്മിക്കുന്നതിനായിട്ട് 3 കോടി രൂപ നമ്മുടെ ഗവൺമെൻറ് ടെൻഡറായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് മാറിയിട്ടുള്ളത്. ആ കെട്ടിടം അവിടെ നിർമ്മാണം കഴിഞ്ഞ് കംപ്ലീറ്റ് ആവുന്ന മുറയ്ക്ക് പോലീസ് സ്റ്റേഷൻ തിരിച്ചങ്ങോട്ട് തന്നെ പുനഃസ്ഥാപിക്കുന്നതാണ്. അപ്പം അതുമായി വരെ ബന്ധപ്പെട്ടിട്ടുള്ള വളാഞ്ചേരി ടൗണിലെ ട്രാഫിക്, അതേപോലെ എയ്ഡ് പോസ്റ്റ്, പിന്നെ വളാഞ്ചേരി മേഖലയിലെ പെട്രോളിങ്, കൂടുതലായിട്ടും ഇനി പോലീസ് ഉദ്യോഗസ്ഥരെ അവിടെ പെട്രോളിങ്ങിനെ നിരീക്ഷിച്ചും പെട്രോളിംഗ് വാഹനം അവിടെ ക്രമീകരിച്ചിട്ടും ഉണ്ടായിരിക്കുന്നതാണ്. 3 പഞ്ചായത്തിലെയും ഒരു മുനിസിപ്പാലിറ്റിയിലെയും മുഴുവൻ പൊതുജനങ്ങളും ഈ സൗകര്യം പ്രയോജനപ്പെടുത്തണമെന്നും പെറ്റീഷൻസ്, മറ്റുള്ള കേസുകൾ, സേവനങ്ങൾ നിലവിൽ ഇനി വട്ടപ്പാറയിലായിരിക്കും എല്ലാവർക്കും സേവനം ലഭിക്കുക. ഈ സൗകര്യം എല്ലാവരിലേക്കും എത്തിക്കുന്നതിനായിട്ട് ഈ മെസ്സേജ് ഞാൻ അറിയിക്കാം. ഈ ചാനൽ വളാഞ്ചേരി പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്. പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.